അപ്പോൾ മോള് GCSE കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് ഒക്കെ? എക്സാംസ് വളരെ നന്നായിരുന്നു. ഭയങ്കര വലിയ ഡിസ്കഷൻ ആണല്ലോ. എന്താണ് UK പ്രധാനപ്പെട്ട ബിസിനസ് ഡോക്ടർ സൈമൺസ് അക്കാദമിയിലെ കാര്യം? എല്ലാ മക്കളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്ക് എക്സ്പേർട്സിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചേക്കാമെന്ന് വിചാരിച്ചു. മക്കളിപ്പോ എന്താ കഴിഞ്ഞേ? ഇപ്പോൾ GCSE കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്ത് സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളത് ഡോക്ടർ സൈമണിൻ്റെ അടുത്തൊന്ന് ചോദിച്ചേക്കാം. എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമില്ലേ? അതെങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു? അതെ, തീർച്ചയായിട്ടും ഇത് വളരെ ക്രൂഷ്യൽ ടൈമാണ്. കാരണം GCSE കഴിയുമ്പോൾ ഓൾറെഡി ഇവർ സബ്ജക്റ്റ് ചൂസ് ചെയ്തു. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ചൂസ് ചെയ്തിരിക്കുന്ന ആൾ? കെം, മാത്സ് ആൻഡ് ബയോ. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയും ബയോളജിയും കമ്പൾസറി സബ്ജക്ട്, മെഡിസിൻ റൂട്ട് ആയിരിക്കണം അല്ലേ? ഓക്കെ, അപ്പം കെമിസ്ട്രിയും ബയോളജിയും കമ്പൾസറി സബ്ജക്ട്സ് ആണ് മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ. ദെൻ മാത്സും വളരെ ഫേവർ ചെയ്യുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എ ലെവലിലെ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കരിയർ ആസ്പിറേഷൻസിനനുസരിച്ചിട്ട് വേണം ആ സബ്ജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ മെഡിസിൻ, ഡെൻറ്റിസ്ട്രി, ഫാർമസി അല്ലെങ്കിൽ ബയോമെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളൊക്കെ പോകുമ്പോൾ തന്നെ കെമിസ്ട്രിയും ബയോളജിയും ഒരു സബ്ജക്റ്റായിട്ട് എടുക്കാൻ നോക്കുക. തേർഡ് സബ്ജക്റ്റ് ഓപ്ഷണൽ സബ്ജക്റ്റാണ്. അപ്പോൾ 3 A ലെവൽസ് വേണം. 3 സബ്ജക്ട്സ് ഒരു കമ്പൾസറി ആയിട്ട് ചൂസ് ചെയ്യണം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടണമെങ്കിൽ. അപ്പോൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യും അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. തേർഡ് സബ്ജക്റ്റ് ആക്ച്വലി നമുക്ക് കുറച്ചും കൂടിയും മാർക്ക് കിട്ടാവുന്ന രീതിയിൽ, കാരണം തേർഡ് സബ്ജക്റ്റ് ഒരിക്കലും യൂണിവേഴ്സിറ്റീസ് അൺലെസ് ഇറ്റ് ഈസ് ഓക്സ്ബ്രിഡ്ജ് അവർ കമ്പൾസറി പറയാറില്ല. അപ്പോൾ മാത്സ് എടുക്കുന്നത് ഒബ്വിയസ്ലി നല്ലതാണ്. പക്ഷേ ഇനി മാത്സ് കുറച്ച് വീക്കായ കുട്ടികൾക്ക് സൈക്കോളജി എടുക്കാം, ഹിസ്റ്ററിയോ റിലീജിയസ് സ്റ്റഡീസോ. അവർക്ക് ഒത്തിരി ടൈം കളയാത്ത രീതിയിൽ കെമിസ്ട്രിക്കും ബയോളജിക്കും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. കാരണം വളരെ ഒരു അൾട്രാ കോമ്പറ്റീവ് കോഴ്സാണ് മെഡിസിനും ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത്. ഈ വർഷം ഒരു പുതിയ മാറ്റം എന്ന് വെച്ചാൽ എൻട്രൻസ് എക്സാമിന് കഴിഞ്ഞ വർഷം തുടങ്ങി BMAT എടുത്ത് മാറ്റിയിരുന്നു. അപ്പോൾ UCAT മാത്രമാണ്. UCAT എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ക്ലിനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ അതാണ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, സിറ്റുവേഷൻ ജഡ്ജ്മെൻറ്റ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ഉണ്ട്, അതൊക്കെയാണ് വെർബൽ റീസണിങ്. ഇതാണ് പ്രധാനമായിട്ടുള്ള മൊഡ്യൂൾസ്. അപ്പോൾ ഔട്ട് ഓഫ് 2700 ടോട്ടൽ മാർക്ക് സിറ്റുവേഷൻ ജഡ്ജ്മെൻറ്റിനും അതുപോലെ മാർക്ക് ബാൻഡ് വേണം. അപ്പോൾ പല യൂണിവേഴ്സിറ്റീസും സിറ്റുവേഷൻ ജഡ്ജ്മെൻറ്റ് ബാൻഡിനകത്ത് നിർബന്ധം പിടിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി മാഞ്ചസ്റ്റർ, നോട്ടിഹാം, അവർ ബാൻഡ് 1, 2 എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഒരു അലംഭാവം പിള്ളേരുടെ ഭാഗത്ത് ഇയർ 12 കാണിക്കാറുണ്ട്. GCSE കഴിഞ്ഞതിൻ്റെ ക്ഷീണമുണ്ട് അല്ലേ? ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പാരൻസ് ചോദിക്കാറുണ്ട് ഇയർ 12 എക്സാം ഇല്ലല്ലോ, അപ്പോൾ പിന്നെ പിള്ളേർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇയർ 12 13 എക്സാം ഉള്ളൂ. അപ്പോൾ അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? 12 എക്സാം ഉണ്ടോ? അത് എങ്ങനെയാണ്? അതിൻ്റെ എക്സാം ഇമ്പോർട്ടൻ്റ് ആണോ? 12 എക്സാം ഉള്ളത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ? സ്കൂളിൽ നടക്കുന്ന എക്സാമിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് ഇയർ 12 എക്സാം. സ്കൂൾസ് നടത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ എക്സാം. പക്ഷേ നമുക്ക് അറിയുന്ന പോലെ ഇവർക്ക് കണ്ടീഷൻ ഓഫ് ലെറ്റർ കിട്ടുന്നത് ഇയർ 13 കിട്ടുന്നത്. അതായത് എക്സാം റിസൾട്ട് വരുന്നത് ഓഗസ്റ്റിൽ. അപ്പോൾ ഈ GCSE പോലെ തന്നെ A ലെവലിൻ്റെ എക്സാം റിസൾട്ട് ഓഗസ്റ്റാണ് വരുന്നത്. പക്ഷേ എക്സാംസ് അവർ ജൂൺ ആകുമ്പോഴത്തേക്കും കഴിഞ്ഞു. അപ്പോൾ മെയ് ജൂൺ മാസത്തിൽ എക്സാം നടക്കും. അപ്പോൾ എന്തിൻ്റെ ബേസിസിലായിരിക്കും അവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കുന്നത്? ഒബ്വിയസ്ലി ഈ A ലെവലിൻ്റെ പ്രെഡിക്റ്റർ സ്കോർ. അപ്പോൾ എപ്പോഴായിരിക്കും പ്രെഡിക്റ്റർ സ്കോറിൻ്റെ എക്സാം നടക്കുന്നത്? ബേസിക്കലി ഇയർ 12. അപ്പോൾ ഇയർ 12 എക്സാംസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റീസ് കണ്ടീഷൻ ഓഫ് ലെറ്റർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവർ റിജക്റ്റ് ചെയ്യാം. അതെല്ലാം തീരുമാനിക്കുന്നത് ഇയർ 12. അപ്പോൾ ഇയർ 12 ആക്ച്വലി ഒരു ബ്രിഡ്ജാണ് ബിറ്റ്വീൻ GCSE ആൻഡ് ഇയർ 13. അപ്പോൾ ഇയർ 12 വളരെ ഭംഗിയായിട്ട് തന്നെ പിള്ളേർ പഠിച്ചു പോകണം. ആ നല്ല ഒരു അടിത്തറ ഉണ്ടാക്കിയാൽ മാത്രം, കാരണം അടുത്തൊരു ചാട്ടമാണ് അവർ ചാടുന്നത്. അപ്പോൾ ആ നല്ലൊരു അടിത്തറ ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു ഇയർ 13 സ്മൂത്ത് ആവുള്ളൂ. അതിലുപരി ഈ ഗ്രേഡും വളരെ ഇമ്പോർട്ടൻ്റാണ്. മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ മിനിമം ഒരു AAA സ്കോർ വേണം. 3 സബ്ജക്ട്സിനും A കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ഓഫർ കിട്ടുന്നുള്ളൂ. അതും ഒരു റെസഗ്ലൂ യൂണിവേഴ്സിറ്റീസൊക്കെ മിക്കവാറും A സ്റ്റാർ A വരുന്നത്. പക്ഷേ എഗെയിൻ അവരോട് പറയണം മിനിമം സ്കോറിന് മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാത്തിനും A സ്റ്റാർ മേടിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്ലൈ ചെയ്യണ കാര്യം ചോദിക്കാറുണ്ട്. എന്നായിരിക്കും നമുക്ക് ഇപ്പോൾ ഈ മെഡിസിനൊക്കെ അപ്ലൈ ചെയ്യണത്? പിന്നെ UCAT-നെ കുറിച്ചൊക്കെ എങ്ങനെയാണ്? UCAT എപ്പോൾ എഴുതാം? അങ്ങനെ ഒരു ടൈമുണ്ടോ? UCAT എഴുതുന്നതിന് ടൈമുണ്ടോ? മെഡിസിൻ അപ്ലൈ ചെയ്യണതിന് ഒരു ടൈമുണ്ടോ നമുക്ക്? ഓക്കെ, നമുക്ക് ആദ്യം UCAT-ലോട്ട് കിടക്കാം. അപ്പോൾ UCAT നേരത്തെ പറഞ്ഞ പോലെ 4 മൊഡ്യൂൾസ് ഉള്ളത്. അപ്പോൾ 3 മൊഡ്യൂൾസ് മാർക്ക്ഡ് ആണ്. അപ്പോൾ ബേസിക്കലി 900 ഈച്ചാണ് ഓരോ മൊഡ്യൂൾസിൻ്റെ മാർക്ക്. അപ്പോൾ 3 × 900 2700. 4th വൺ സിറ്റുവേഷൻ ജഡ്ജ്മെൻ്റ് ആണ്, അത് ബാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ്
അതിന് എൻട്രൻസ് എക്സാം, പ്രധാനമായിട്ടും റീസണിങ് സ്കിൽസാണുള്ളത്. അപ്പോൾ UCAT ജൂലൈ തുടങ്ങി സെപ്റ്റംബർ വരെ കുട്ടികൾക്ക് എഴുതാം. അപ്പോൾ ഇതിന് എഗെയിൻ ഒരു റൂൾ ഓഫ് തമ്പ് ഇല്ലെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു മിഡ് ഓഫ് ഓഗസ്റ്റിൽ എഴുതാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു കുട്ടികളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ ഒരു ലിഖിത നിയമങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് കാരണം ജൂലൈ ആകുമ്പോൾ ടു ഏർലി ആയിരിക്കും, സെപ്റ്റംബർ ടു ലേറ്റ് ആയിരിക്കും. അപ്പോൾ എഗെയിൻ ആ പെർസെൻറ്റേജിൽ വെച്ചിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഒരു മിഡ് ഓഫ് ഓഗസ്റ്റാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ടൈം. അപ്പോൾ ജൂലൈ തുടങ്ങി ഇവർക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യണോ, എങ്ങനെയാണ്? വെബ്സൈറ്റിൽ UCATൻ്റെ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യാം. അതിന് പല സൈറ്റ്സുകളുണ്ട്. നമ്മളിവിടെ UCATന് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും അവിടെ പറയുന്നുണ്ട് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്. മെയിൽ ആക്ച്വലി അതിൻ്റെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയിരിക്കും, അവർക്ക് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാം. ഇനി മെഡിസിൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഒക്ടോബർ 15 അവർ അപ്ലൈ ചെയ്യണം. അത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ, നെക്സ്റ്റ് സെപ്റ്റംബറിലോട്ടുള്ള ഇൻടേക്കാണ്. അത് ഈ ഒക്ടോബർ 15 മുമ്പ്, മെഡിസിനും ഡെൻറ്റിസ്ട്രിയും ഒക്ടോബർ 15 മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് അപ്ലൈ ചെയ്താലും ഒക്ടോബർ 15 അപ്ലൈ ചെയ്യണം. കാരണം അവിടെ എല്ലാ കോഴ്സുകൾക്കും ഇൻ്റർവ്യൂ ഉണ്ട്. ഈ പറഞ്ഞ മെഡിസിനും ഡെൻറ്റിസ്ട്രിക്കും ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ പ്രോസസ്സ് സ്മൂത്തനാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ജനുവരി തുടങ്ങി ഓഫർ ലെറ്റർ കൊടുത്തു തുടങ്ങണം. അപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ ആ സമയം കൊണ്ട് തീർത്തിട്ട് ഓഫ് ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ നേരത്തെ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതെ.